നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അതെല്ലാ മതവിഭാഗത്തിലും ഉണ്ട് കേട്ടല്ലോ. ചില പുരോഹിതന്മാർ, ചില ഉസ്താദുമാർ, ചില സ്വാമിമാർ, ഇവരെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൽ പിടിച്ചുകൊണ്ട് ജോലിയെടുത്ത് ജീവിക്കാത്ത ചില പരമ മറ്റവന്മാർ എന്ന് വേണം പറയാൻ. തലപ്പാക്കെട്ടും കെട്ടി വെള്ളയും കെട്ട് കുറെ ഉസ്താദുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള കുറെ ജന്മങ്ങളാണ്. സത്യത്തിൽ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഉണ്ടല്ലോ, അദ്ദേഹത്തെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് ചെയ്യണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇവരെ പോലുള്ള മതപണ്ഡിതന്മാരാണ് നമുക്ക് ആവശ്യം. ഇസ്ലാമിനെ ചൂഷണം ചെയ്യുന്ന ചില വൃത്തികെട്ടവന്മാര് ഇന്ന് ഈ സമൂഹത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഒരു നാറ്റക്കോയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. ഇയാൾ 10 പൈസയുടെ വിവരം ഇവന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. പക്ഷെ ജനങ്ങളെ കയ്യിലെടുക്കാനും ഈ വിശ്വാസികളെ പറ്റിക്കാനും അവരെ പറ്റിച്ച് ജീവിക്കാനുമുള്ള തന്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ഒന്നാം തരം ഫ്രോഡ് ടീമുകളാണ് ഇവർ. ഈ പുതിയ ചില ഐറ്റങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ബ്രേക്ക് ഡാൻസ്, ക്യാബറ ഡാൻസ്. അതായത് നമ്മൾ മുമ്പൊക്കെ വളരെ അദബും കുരുത്തത്തിലൊക്കെ ഇരുന്ന് നമ്മൾ ചെല്ലാറുള്ള മൗലൂദ് പാരായണമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖം ഇപ്പം അത് ഒരു ന്യൂജൻ വന്നപ്പോഴത്തേക്ക് അത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ചില മരക്കഴുതകൾ. ഇവന്മാരെ ഇങ്ങനൊന്നും പറഞ്ഞാൽ പോരാ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഒന്ന് കാണാനുണ്ട്. ഇത് കണ്ടിട്ട് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ, നിങ്ങൾ വേണം ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ. ഒന്ന് കണ്ടുപോയിക്കോ. ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടില്ലാത്ത ജിന്ന് മഹ്ളറ എന്ന മജ്ലിസിലൂടെ അല്ലാഹു തആല ആത്മീയമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഉസ്താദിൻ്റെ ചികിത്സാ കേന്ദ്രം കർണാടകയിലും ഓപ്പൺ ആവുകയാണ്. നൂറുകണക്കിന് ജനങ്ങൾ ഈ ഉസ്താദിൻ്റെ വരവറിഞ്ഞ് ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഈ ഭാഗങ്ങളിലുള്ള കർണാടകയിലുള്ള കൊടകിലുള്ള മലയാളികളും അല്ലാത്തവർക്കും ഇവിടുത്തെ ചികിത്സ പരിചയപ്പെടുന്നതിനും അനുഭവിക്കുന്നതിനും ഇവിടുത്തെ ബുക്കിംഗ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വരാം. മാസത്തിൽ 2 പ്രാവശ്യം ഇവിടെ കൺസൾട്ടിങ്ങും അല്ലാത്ത ദിവസങ്ങളിൽ ലൈവ് ട്രീറ്റ്മെന്റും ചികിത്സകളും ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പുതിയ തരം കേട്ടോ. അതായത് ഈ ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട. ഉസ്താദ് അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്ന് നേരിട്ട് ഇറങ്ങി വരും, ഷിഫയാക്കും. ജിന്ന് അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. സത്യത്തിലുണ്ടല്ലോ, നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ, കൈക്കരുത്തുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കയറി ഇടിച്ച് ഇവൻ്റെയൊക്കെ നെഞ്ചാങ്കൂട് പൊളിച്ചു കളയണം. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരാണ് ഈ സമുദായത്തെ പറയിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ കേൾക്കേണ്ടത്, ഈ ശത്രുക്കളെ നിലംപരിശാക്കാൻ, അല്ലെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു കൈ കത്തിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടൊരു സാധനം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് ആക്കി വിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും പോകണ്ട, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നിട്ട് ഇടിച്ച് ഒതുക്കി ശത്രുവിനെ നിലംപരിശായി കളയും. അത്തരത്തിലൊരു പുതിയൊരു സാധനം കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാതെ പോരുത്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അത്രയും വലിയ കഴിവുണ്ടായിരുന്നുണ്ടെങ്കിൽ പാവം പിഞ്ചു മക്കളെ ഇസ്രയേൽ എന്ന് പറയുന്ന ക്രൂര രാഷ്ട്രം, അവിടുത്തെ ഭരണാധികാരി ആ പിഞ്ചു മക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഒരുപാട് എണ്ണത്തിന്. നീ അവിടെ പോയിരുന്നുണ്ട് ഈ കൈ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നീ അവനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നല്ലൊരു കാര്യമായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൃത്യമായിട്ട് മറുപടി എൻ്റെ മുസ്ലിം സഹോദരികൾ നിങ്ങൾ കൊടുക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ആൾക്ക് ഇസ്ലാമും ഈമാനും ബാക്കി ഉണ്ടാവുമോ? ഇങ്ങനത്തെ ചില തലയെക്കെട്ടുകാരും തൊപ്പിക്കാരും ഞാൻ എല്ലാവരും അല്ലോട്ട് പറയുന്നത്. സുബ്ഹാനല്ലാ, വേറൊരു ആള് നല്ലൊരു തലയെക്കെട്ട്, നല്ലൊരു നിളക്കുപ്പായ, എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് വേറൊരുത്തന്നെ നശിപ്പിക്കണോ? നിങ്ങൾ ബാളെടുക്കണ്ട, കുന്തെടുക്കണ്ട, ഇങ്ങനെ കൈകൊണ്ട് മൂപ്പര് യാതൊരു ജലാരി വലിക്രാൻ തന്നെ അപ്പുറം നശിച്ചു പോകും. കത്തിയില്ലാതെ, കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പ വഴി. നമ്മൾ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും മേളിൽ നിന്ന് കല്ലുവന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപട അവനിക്ക് കൊള്ളും. പറയട്ടെ, ഇസ്ലാമിന്റെ അറിയാത്ത റസൂൽ പറഞ്ഞതാ, നാളാകുമ്പോ നേതാക്കളായിട്ട് വരും. ഇതാണ് ജിന്ന് മഹ്ളറ. എല്ലാ ഞായറാഴ്ചയും സുബഹിക്ക് മുമ്പ് തന്നെ കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും നാനാ ജാതി മതസ്ഥരടക്കം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ.
ഇവിടെ സ്വാലിഹ്യങ്ങളായ ജിന്നു മക്കളെ കൊണ്ട് സ്പോട്ടിൽ അവരുടെ കാര്യം അങ്ങോട്ട് പറയുകയാണ്. അവിടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പരിഹാരം ആ അവസരത്തിൽ തന്നെ ചെയ്തു തീർത്ത് വിടുകയാണ്. അങ്ങനെ ഫസുയിലു അവരോട് ചോദിക്കപ്പെടും, ഫാഫ്തൗ അവർ ഓരോന്നിനും മറുപടി പറയും, ഫദല്ലു അവർ പിഴക്കും, ഫഅദല്ലു വേറെ പലരെയും പിഴപ്പിക്കും. ഈ ആഖിറുസമാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞതാ. അങ്ങനത്തെ ഒരു കാലം. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് 40 പ്രഗത്ഭരായ ആലിമീങ്ങളാണ്. ആ 40 ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുന്നത്ത് ജമാഅത്താണ്. ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് പറയുന്നതൊന്നും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളരുത്. ആ ആലിമീങ്ങൾ പറയുന്നതനുസരിച്ച് പറയുന്ന ആലിമീങ്ങൾ അവരെ പിന്തുടരണം. 40 ആലിമീങ്ങൾ പിന്തുടരുന്നത് ആരെയാ? 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയാണ്. ഇമാം അശ്ശരി, ഇമാം മാതുരിദി തുടങ്ങിയ 2 മഹാപണ്ഡിതന്മാർ വിശ്വാസകാര്യം പഠിപ്പിച്ചവരാ. അവര് പിന്തുടർന്നത് ആരെയാ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെയുള്ള ഇമാമിങ്ങളെ പിന്തുടർന്ന ആളുകൾ അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവരെ കിതാബുകളിലുള്ളതാണ് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറയുന്നത്. അതിനപ്പുറം പുതിയ കുറെ തലേക്കെട്ടും കുറെ എല്ലാവർക്കും കിട്ടൂലേ നിങ്ങളെ കുപ്പായോ, എല്ലാവർക്കും കിട്ടൂലേ തലേക്കെട്ട്. സുബ്ഹാനല്ലാഹ്, മുജാഹിദിന്റെ പോലെ നല്ല 1-ാം നമ്പർ തലേക്കെട്ട്. എന്തിന്? ഇവന്റെ ഈ വിഷം പ്രചരിപ്പിക്കാൻ വേണ്ടി, അതേപോലെ പണം പിടുങ്ങാൻ വേണ്ടി കുറെ ആൾക്കാർ. ഇതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്, ചൂഷണത്തിന് പെട്ടുപോകരുത്. നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ 7 മക്കൾ എന്റേത് പ്രസവിച്ചത് ആശുപത്രിയിൽ നിന്ന്. ജനങ്ങളെ ധാരണ എന്താണെന്നറിയോ? ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചാൽ ഭയങ്കര തെറ്റാണ് ആ സുന്നികളെ വിശ്വാസം. അങ്ങനെയൊന്നുമല്ല. ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ബുദ്ധിമുട്ടിയപ്പോ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഖുർആനിലെ ആയത്തിന്റെ ബഹുമാനം നിഷേധിക്കരുത്. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. എഴുതി കൊടുത്തപ്പോ പ്രസവിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഖുർആന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. അതുപോലെ ദിക്റിന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. സ്വലാത്തിന് ഫലമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. നമ്മൾ അല്ലാഹു തആല നന്മയുടെ നിമിത്തങ്ങളായി വെച്ച മുഴുവൻ വിഷയത്തിന്റെയും ബഹുമാനം അംഗീകരിക്കണം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. തട്ടിപ്പും വെട്ടിപ്പിലൊന്നും ആരും പെട്ടുപോകരുത്. അല്ലാഹു തആല ശരിയായ ഹഖായ ദീൻ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, കൈ ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ട് 3 വട്ടം അങ്ങോട്ട് മറ്റവന്റെ അതങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ ശത്രുക്കൾ അങ്ങോട്ട് തീർന്നു പോകും. കാരണം നമ്മൾ നേരിട്ടൊന്നും ചെയ്യണ്ട, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നിട്ട് അവനെ അങ്ങോട്ട് നിഷ്പ്രമമാക്കി കളയുന്ന പറഞ്ഞ പച്ച വർഗീയതയല്ലേ ഈ തലപ്പാക്കെട്ടും കെട്ടി ഈ വെള്ള വസ്ത്രവും ധരിച്ചിട്ട് ഈ ഊള വന്നിരുന്നുകൊണ്ട് ഈ വിളിച്ചു പറഞ്ഞത്. ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇവനെയൊക്കെ തൂക്കിയെടുത്താകത്തില്ല. ഇവനൊക്കെ ഫ്രോഡാണെന്നേ. ഇവനൊക്കെ വെറും ഫ്രോഡാ. ഇവന്മാർക്കൊക്കെ വിയർപ്പിന്റെ അസുഖമുള്ളവന്മാരാ. നേരാവണ്ണം പുറത്തിറങ്ങി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവന്മാരൊന്നും അല്ല. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മതപണ്ഡിതനല്ലോ ഉസ്താദ് നല്ല കിടുക്കാച്ചി മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവനെ പോലുള്ളവർക്ക് ഇത് തന്നെ കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം അപഹരിക്കാൻ വേണ്ടി ഇവനൊക്കെ കാണിക്കുന്ന ഫ്രോഡ് പരിപാടിയിൽ നിങ്ങൾ ഒരു കാരണവശാലും പോയി വീഴാൻ പാടില്ല. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റേ കീടാണു ആരിഫും അതുപോലെ തന്നെ മറ്റേ ലിയാക്കത്തും ജബ്ബാറും അവൻ്റെ ജാമിദയും ഇവിടെ പോലെ കുറെ കൂതറകളുണ്ടല്ലോ, സംഘപരിവാറും കാസായും കൊടുക്കുന്ന ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇത് അവരുടെ കയ്യിലേക്ക് കൊണ്ട് വടി കൊടുക്കുക. എന്നിട്ട് ഇതെന്താവും? ഇവന്മാരെന്ത് പറയും? ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള മരവാണങ്ങൾ. നിങ്ങൾ നല്ല മുസ്ലിം സഹോദരങ്ങൾ കയറി ഇവൻ്റെയൊക്കെ ട്രൗസറും വലിച്ചു കയറി കണ്ടം വഴി അടിച്ച് ഓടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഒരു 2-3 എണ്ണം ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മേലെ ആ പരിസരത്ത് വരത്തില്ല. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ടല്ലോ, ഈ സാധനം ഉണ്ടല്ലോ, ഇതുപോലെ മതത്തെ വെച്ച് ജീവിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചെറ്റകളെയൊക്കെ ഓപ്പറേഷൻ തൂഫാൻ പോലൊരു സംഭവം കൊണ്ടുപോയിട്ട് ഓടിച്ചിട്ട് വെക്കണം. ഇത് ഇവനെയൊന്നും പിന്നെ പുറം ലോകം കാണിക്കരുത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതെൻ്റെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ റിക്വസ്റ്റാണ്. ഇത് സ്വീകരിക്കണം. സ്വീകരിച്ചിട്ട് ഇതുപോലെ വ്യാജന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.